ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സോയ വെച്ചിട്ടുള്ള ഒരു റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്കിത് എന്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇപ്പോൾ ദോശ ആയാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നമ്മളിതിൽ സവോള വഴറ്റിയിട്ടൊന്നുമില്ല, അല്ലാതെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത് അടിപൊളി തന്നെയാണ്. ഇപ്പോൾ രാവിലത്തൊക്കെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും ട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ സോയ എടുത്തിട്ടുണ്ട്. സോയ ചെറുതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ചെറിയ സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ചെറുതാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ചെറിയ സോയാബീൻ ആകുമ്പോൾ. അപ്പോൾ ഞാൻ സോയാബീൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം. അതൊന്ന് തിളച്ച് വരുന്നുണ്ടായിരുന്നു. ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ സോയ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒരു 2 തവണ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അതുപോലെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒട്ടും വെള്ളം ഇല്ല, നല്ലോണം പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇനി അതൊന്ന് നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ എരിവുള്ളതാണെങ്കിൽ അളവൊന്ന് കുറയ്ക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ഇപ്പോൾ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സവോള തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ 2 സവോള ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ സവോള നന്നായിട്ട് കനം കുറഞ്ഞ് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ആ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൊടിയൊക്കെ ചേർത്ത് സോയാബീനെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് തന്നെ നിങ്ങൾക്ക് അരിഞ്ഞിട്ടാലും മതി കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളത് 2 കഷ്ണം കറുവപ്പട്ട വേണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് 2-3 പീസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ 2 പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കറിവേപ്പില കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു തൈ കേട്ടോ, അതെന്നുള്ളത് പൊട്ടിച്ചതാണ്. അപ്പോൾ കറിവേപ്പില കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു സവാളയും തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തതില്ലേ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു സോയാബീൻ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അളവ് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ ഈ ഒരു അളവിലേക്കുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലൊന്ന് അടുപ്പിക്കാം കേട്ടോ. 2 വിസിൽ തന്നെ മതിയാകും കേട്ടോ. എന്നിട്ട് ആ ഒരു പ്രഷർ തനിയെ പോകുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ തനിയെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ട നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെള്ളമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേവിച്ചെടുത്തതിൽ വെള്ളമില്ല. നിങ്ങൾ വേവിച്ചതിൽ വെള്ളം ഉണ്ടെന്നെങ്കിൽ അടച്ച് മൂടി വെക്കാണ്ട് തുറന്ന് വെച്ചിട്ട് ആ ഒരു വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതിലത്തെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല നമുക്ക് സോയാബീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാല ഒക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ടാവും നമ്മളിങ്ങനെ വിസിലടുപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു സോയ നമുക്ക് എടുത്ത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, അപ്പോൾ ഇതിൻ്റെ അളവൊന്നുമില്ല, ഒരു 2 ടേബിൾ സ്പൂണോടൊക്കെ ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്. പേസ്റ്റ് ആക്കരുത്, ചതച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ സവോള ഒക്കെ വഴറ്റുന്ന സമയത്ത് ഒത്തിരി എണ്ണയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത്ര പോലും നമ്മൾ എണ്ണ എടുക്കണില്ല കേട്ടോ അതിന്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ തണ്ട് കറിവേപ്പില ആയതുകൊണ്ട് മൂത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ തണ്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ ചെറുള്ളി നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ടാണ് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളിയാണ്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ആദ്യം ചേർത്തത് എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ എരിവിനുള്ളതൊക്കെ നിങ്ങളുടെ പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ചേർത്തിട്ടുള്ള ഈ ഇതിന് ചേർത്ത് എരിവിന് വേണ്ടി ചേർത്തതൊന്നും കൂടുതലല്ല, കറക്റ്റ് അളവായിരുന്നു കേട്ടോ. ഒട്ടും എരിവ് കൂടുതലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചച്ചവൊക്കെ ഒന്ന് മാറണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ആദ്യം നിങ്ങളൊന്ന് തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ, വെള്ളം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാ അതൊന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിലുള്ള മസാലയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് വടിച്ചെടുക്കുക കേട്ടോ, ഒരു മസാല കളയണ്ട. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ആ പൊടികളൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും നമ്മുടെ ഈ ഒരു സോയാബീനൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ആദ്യം കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഇടയ്ക്കൊന്ന് ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, ഒന്നും കൂടെ ഡ്രൈ ആക്കിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിതാ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആ ഒരു തുള്ളി പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുന്നേ നമ്മൾ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ ആ ഒരു പച്ചമുളക് നന്നായിട്ട് വെന്ത് പോകുമല്ലോ, അങ്ങനെയല്ല. ഇത് നമുക്ക് ലാസ്റ്റ് ഇടുമ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമുളക് ഇട്ടതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ഈ ഒരു സംഭവം ഇത് കഴിക്കുമ്പോൾ കേട്ടോ, ഒരു പച്ചമുളകിൻ്റെ ഒക്കെ. അപ്പോൾ ഇതാ 2 പച്ചമുളകാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 2-3 സെക്കൻഡൊക്കെ മൂടിയാൽ മതി. നമുക്ക് ആ ഒരു പച്ചമുളക് ഒന്നിങ്ങനെ വരാനുള്ളൊരു ടൈമും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മസാലയും എല്ലാം കൂടിയിട്ട് നമ്മുടെ സോയാബീനിൽ പിടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2-3 സെക്കൻഡൊക്കെ മതിയാകും. അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തുറന്നു. ഇപ്പോൾ നമ്മുടെ സോയ വെച്ചിട്ടുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് കഴിക്കുമ്പോൾ വിളമ്പാം കേട്ടോ. ഇപ്പം ഞാനിതാ ഒരു ബൗളിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോയ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോയ റോസ്റ്റ് ഒന്നും സോയാബീൻ ഇഷ്ടമില്ലാത്തവരുണ്ട്, അവർ പോലും നല്ല ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. നമുക്കിതുപോലെ ചായയുടെ കടിയുടെ കൂടെയോ ചോറിൻ്റെ സൈഡിലായിട്ടൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പം ഞാനിത് ദോശേൻ്റെ കൂടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് നീർദോശയുടെ കൂടെയാണ് ഇപ്പം ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. മക്കൾക്ക് ദോശേൻ്റെ കൂടെയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, ചപ്പാത്തി ദോശ അതിൻ്റെയൊക്കെ കൂടെ ഇഷ്ടമാണ്. അപ്പം ഞാനിതാ ദോശേൻ്റെ കൂടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഉണ്ടോ, അപ്പോൾ ഒരു ഗ്രേവി ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കുമ്പോഴും മടുക്കൂല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി സോയാബീൻ്റെ ആ ഒരു ചൊവ്വ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോസ് കാണുന്നവർ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നതിൽ നമ്മൾ പുതിയതായിട്ട് കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ആക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടു നോക്കി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.